നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചോതി നക്ഷത്രത്തെ കുറിച്ചാണ്. ചോതി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 20 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുമെന്നുമാണ് നമ്മൾ പറയുന്നത്. ഇത് ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ഒരു ഫലമാണ്. ചോതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഫലമാണ്. ഇത് ഏതൊരാൾക്കും വന്നു ഭവിക്കാവുന്ന ഫലമാണ്. ചോദ്യ നക്ഷത്രത്തിൽ പറഞ്ഞ ഏതൊരാൾക്കും വന്നു ഭവിക്കാവുന്ന ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ചോദ്യ നക്ഷത്രക്കാരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കർമ്മമേഖലയിൽ നിങ്ങളുടെ കർമ്മം ഏതുമായിക്കോട്ടെ അതില് പുതിയ ആശയങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതി വന്നു ചേരുന്നതാണ്. ഇന്ന് മുതല് ജോലിയില്ലാതെ അലയുന്ന അല്ലെങ്കിൽ തൊഴിലില്ലാതെ അലയുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ കഴിവിനൊത്ത ഒരു അവസരം വന്നു ചേരാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലവസരങ്ങൾ വരുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തൊഴില് ഈ സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ മേലധികാരികളുടെ ഒക്കെ പ്രോത്സാഹനമൊക്കെ ലഭിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് ആത്മാഭിമാനമൊക്കെ വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രശസ്തി പത്രം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. സാങ്കേതിക വിദ്യയിലൊക്കെ ഉന്നത ബിരുദമൊക്കെ നേടാൻ പറ്റിയ ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. ഈ സമയത്ത് ചേരുന്ന കോഴ്സുകൾക്കൊക്കെ മുന്നോട്ട് വളരെ ഭാവിയിലേക്ക് വളരെ നല്ല കാര്യങ്ങളൊക്കെ ഇതുമൂലം നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ്. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഭവന ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ്. ഗൃഹപ്രവേശമൊക്കെ പൂർത്തീകരിച്ച് ഭവന പ്രവേശന കർമ്മമൊക്കെ നിർവഹിക്കാനും ഗൃഹത്തിന്റെ പ്രാരംഭ നടപടിയൊക്കെ ആരംഭിക്കാനും ഒക്കെ പറ്റിയൊരു സമയമാണ്. അതുകൊണ്ട് വീടില്ലാത്ത ആളുകൾ ഇപ്പോഴൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു ഭവനം വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ ഭവനം വയ്ക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ആരെങ്കിലുമൊക്കെ വീടൊക്കെ മോടി പിടിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ മാറാനോ ഒക്കെയുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നടക്കുന്നതാണ്. നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രായോഗികമായിട്ട് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലകരമായിട്ടുള്ള ഒരു വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന കടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സ്വയം തൊഴിലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ്. എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നടത്തുന്നതും വളരെ നല്ലതാണ്. കുടുംബത്തിലെ പ്രാരാബ്ദമൊക്കെ നിങ്ങൾക്കൊന്ന് കുറഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. വീട്ടിലെ അന്തരീക്ഷം വളരെയധികം സന്തോഷകരവും സമാധാനകരവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ലൊരു സമയമാണ്. മുൻപുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ഒന്ന് മാറി അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാനസികമായിട്ട് അമിത ചിന്ത നിങ്ങൾക്ക് പാടില്ല. അത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദത്തിന് കാരണമാക്കും. അമിതമായിട്ടുള്ള ചില ചിന്തകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. പുതിയ ആശയങ്ങളിലൂടെയാണ് നിങ്ങളുടെ വിജയം ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്നത്. കൂടാതെ നിങ്ങൾ ചുവപ്പ്, മഞ്ഞ, കാവി ഈ വസ്ത്രങ്ങള് അണിയുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ നിറത്തിലുള്ള തുണിത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്നു തരുവാൻ ഈ നിറങ്ങൾക്ക് കഴിയുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയെയോ ഹനുമാൻ സ്വാമിയോ ഉപാസിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പവിഴം, മാണിക്യം എന്നീ രത്നങ്ങളൊക്കെ ധരിക്കുന്നതും വളരെ നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. ഇത് മറ്റ് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം. ചോദ്യ നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടത് എല്ലാം വേഗം നടക്കണമെന്ന് ആഗ്രഹിക്കരുത്. അതിന് ക്രമാനുഗതമായിട്ട് ഒരു പുരോഗതിക്കുള്ള ഒരു സമയം കൊടുക്കുക. ഒന്നുകൂടി നമ്മൾ എടുത്തു പറയാണ്, ഭവനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചെയ്തു വെക്കുകയാണെങ്കിൽ ആ ഭവനം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ
അത്തം, അനിഴം, മൂലം എന്നീ നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവയ്ക്കാതിരിക്കുക. യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലാത്ത കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ചോദ്യ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.